Hi all, I am Riyaz from skywheelz motor hub. ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ? ഏത് കളറായിരിക്കണം, ഏത് ബ്രാൻഡഡ് ആയിരിക്കണം, ഏത് പവറിലുള്ളതായിരിക്കണം എല്ലാം നമ്മൾ തീരുമാനിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു വീട് സ്വന്തമാക്കുമ്പോൾ ചെയ്യുന്ന അതേ ഇതിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാറ്. എന്നാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകാറുണ്ട്. എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് എന്ത് പ്രാധാന്യം നൽകുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ഹൗ മച്ച് യു സ്പെൻഡ് ഫോർ യുവർ കാർ ഇൻറ്റീരിയേഴ്സ്? പലപ്പോഴും നമ്മുടെ വാഹനം സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു സംശയങ്ങൾ നിലനിൽക്കുന്നതായി ഒന്നും കൂടി മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ എന്ന്. തീർച്ചയായും കാർ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് ഉപകാരപ്പെടാവുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മെച്ചപ്പെടുത്താൻ നമുക്ക് വളരെ നല്ല ഭംഗിയുള്ള കാർ സീറ്റ് കവേഴ്സും കാർ ഇൻറ്റീരിയേഴ്സ് സെറ്റപ്പുകളും എല്ലാം ചെയ്യാം. അത് നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിലും വരുത്താം, നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലും വരുത്താം. തീർച്ചയായിട്ടും ഒരു ആംബിയൻസ് ലൈറ്റ്, അത്തരത്തിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വളരെ പ്ലസൻ്റ് ആയിട്ട് വാഹനത്തിൽ ആര് കയറിയാലും വൗ ഫാക്ടർ വരുന്ന രീതിയിൽ നമ്മുടെ വാഹനത്തെ നമുക്ക് മാറ്റാൻ കഴിയും. അതൊരു ബ്രാൻഡ് വാഹനം നമുക്ക് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള സെലക്റ്റീവായിട്ടുള്ള ഡിസൈൻസും കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നാണ് പ്രധാന കാര്യം. ടിപ്പ് നമ്പർ 2, നമ്മളൊരു വാഹനം സ്വന്തമാക്കി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വാഹനത്തിലെ ഇൻറ്റീരിയറിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റെയിൻസിനെ കുറിച്ച് ബോധവാന്മാരാണോ? പലപ്പോഴും പല വാഹനത്തിൽ ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യുവാൻ പലരും വിമുഖത കാണിക്കാറുണ്ട്. നമ്മുടെ വാഹനത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, തീർച്ചയായും AC ഇട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നത്. നമ്മുടെ കുട്ടികളും പ്രായമായവരും എല്ലാം തന്നെ ഈ വാഹനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഡസ്റ്റുകളെല്ലാം നമ്മൾ തന്നെ ശ്വസിക്കുന്നത്. അത്തരത്തിൽ സ്റ്റെയിൻസ് റിമൂവ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാർ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഒരു വാഹനം വിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്ന സങ്കല്പം വരിക. അത്തരത്തിലല്ല, ജെന്യൂനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പീരിയോഡിക്കായിട്ട് മെയിൻ്റെനൻസ് നടത്തുക എന്ന് വളരെ പ്രധാനമാണ്. മാത്രമല്ല, അതിനകത്ത് ഒരു കസ്റ്റമർ ഈവൻ നിങ്ങളുടെ വാഹനത്തിൽ ബ്ലാക്ക് കളർ സീറ്റ് ആണെങ്കിൽ പോലും ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഫാബ്രിക് ക്ലീനർ അടിച്ച് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അഴുക്കുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിൽ ഇൻറ്റീരിയർ ക്ലീനിങ്ങിനെ കുറിച്ചും ബോധവാന്മാരാകുക. ടിപ്പ് നമ്പർ 3, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലോട്ട് തന്നെ പോകാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഇൻറ്റീരിയർ വളരെ ഭംഗിയാക്കി സൂക്ഷിക്കുന്നതിനാ നമ്മുടെ ഒരു അതിഥി വരുമ്പോൾ, ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും മനോഹരമായി ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ പലപ്പോഴും ഒരു ഒക്കേഷനലി ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരു പിക്കപ്പ് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ അവരുടെ മുഖം ചുളിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിയില്ല. നമ്മളും ഇതുപോലെ പല വാഹനത്തിൽ കയറുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടും അതിൻ്റെ ഒരു ക്ലീനിങ്ങിനും അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് മുമ്പേ ഫീൽ ചെയ്തിട്ടുണ്ടാകും. അത്തരത്തിൽ നിങ്ങളുടെ വാഹനം കൊടുക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ വാഹനത്തിന് വില ലഭിക്കണമെങ്കിൽ, വാല്യൂ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യുക, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വിലയേറിയ ഉപദേശം. തീർച്ചയായിട്ടും വാല്യൂ യുവർ കാർ ഇൻറ്റീരിയേഴ്സ്, പ്രൈസ് യുവർ വാല്യൂ ഫോർ യുവർ കാർ. താങ്ക് യു. വി ഡിസൈൻ യുവർ റൈറ്റ്.